അതുപോലെ തന്നെ ഇപ്പം നിലവിൽ 2 മോഡൽസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ XSR 150 XSR അതെ വന്നിട്ടുണ്ട്. അടുത്ത മാസം ലോഞ്ച് ഉണ്ടെന്ന് പറയുന്നു. ഓഫ് റോഡ് ഒരു വണ്ടി വരുന്നുണ്ട്, പിന്നെ 2 ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നുണ്ട്. ഇലക്ട്രിക് വരുന്നുണ്ടല്ലേ? ഏകദേശം ഒരു 10 അതിനും 15,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എത്ര രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കും? എൻ സീരീസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 21 രൂപയുടെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടി നമുക്ക് എത്ര രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഇവിടെ പറഞ്ഞാൽ മതി? MT നമുക്കിപ്പോൾ ഓൺ റോഡ് നേരത്തെ 2.16 ഓൺ റോഡ് വന്നുകൊണ്ടിരുന്ന MT ഇപ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഭാരത് യമഹയിലാണ്, നമ്മുടെ യമഹയുടെ ഷോറൂമിൽ. അപ്പം GSTയുടെ വില വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം വയ്ക്കുന്നത് യമഹായ്ക്കാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള മിക്ക വണ്ടികളും 350 cc താഴെയുള്ളതുണ്ട്. R15 MT, ഇപ്പോൾ പുതിയൊരു ഐറ്റം ഉണ്ട് XSR 155. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയാൻ വേണ്ടിയാണ് വന്നത്. അതുപോലെ തന്നെ വേറൊരു വണ്ടി വരുന്നുണ്ട്, ഒരു ഓഫ് റോഡറും കൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എത്ര രൂപ R15 MTക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഫസീനോ അതുപോലെ തന്നെ FC ഹൈബ്രിഡ്, ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് പുതിയത്? വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളിരുന്ന് കാണും. നിങ്ങളുടെ യമഹ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാര്യം ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് FC ഇരിപ്പുണ്ട്, നോർമൽ വേരിയൻറ്റ്, MD ഇരിപ്പുണ്ട്, MD TFT ഡിസ്പ്ലേ ഇരിപ്പുണ്ട്, അല്ലാത്ത വേരിയൻറ്റ് ഇരിപ്പുണ്ട്, പിന്നെ സ്കൂട്ടേഴ്സ് ഉണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്നൊരു മോഡലുണ്ടല്ലോ XSR 155, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിൽ തന്നെ പേര് പറയാം. ഓക്കെ. അപ്പം ഇപ്പം GSTയുടെ ഇപ്പം 2.0 വന്നപ്പം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ R15 തന്നെ ഫസ്റ്റിൽ തുടങ്ങാം. നമ്മുടെ R15 വെർഷൻ 4 ഇപ്പൊ എത്ര വേരിയന്റിൽ അവൈലബിൾ ആണ്? R5 2 വേരിയന്റ് ഉണ്ട്, V3 ഉണ്ട്, V4 ഉണ്ട്. V3 വരുമ്പോൾ സിംഗിൾ സീറ്റ് ആണ് വരുന്നത്, പിന്നെ V4 രണ്ടിനും നല്ല പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് R15 സീരീസ് ഇപ്പൊ നമുക്ക് ഓൺ റോഡ് 1,98,000 മുതൽ ഇപ്പോൾ ഓൺ റോഡ് സ്റ്റാർട്ടിങ് വരുന്നത്. R15 വെർഷൻ 4 1,98,000 വരെ. അപ്പൊ നേരത്തെ എത്ര ആയിരുന്നു പ്രൈസ്? നേരത്തെ നമുക്ക് R15 ഒക്കെ ഒരു 2.13 ഒക്കെ സ്റ്റാർട്ടിങ് വന്നോണ്ടിരുന്നതാണ്. ഇപ്പോൾ 1.98 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 15,000 രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എമ്മിന് എത്ര രൂപയോളം കുറഞ്ഞിട്ടുണ്ട്? എമ്മിന് 2.5 ഓൺ റോഡ് വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ നമുക്കൊരു 2.29 വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ടോപ്പ് എൻഡ് വരുന്ന എൻ സീരീസ് ആണ്. ഏകദേശം ഒരു 21 രൂപയുടെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഈ ഒരു വണ്ടി നമുക്ക് എത്ര രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റും? ഫസ്റ്റ് ഡൗൺ നമുക്കൊരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻ സീരീസ് ഒക്കെ ഇറക്കാൻ പറ്റും. സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്ത്, സിബിൽ സ്കോർ ഇച്ചിരി കുറവാണെങ്കിൽ 20 രൂപ ഇറക്കാൻ പറ്റും. നമുക്കൊരു 650 സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. 650 ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണും. അപ്പോൾ 20 രൂപ ഉണ്ടെങ്കിൽ മാസമൊക്കെ എത്ര രൂപ വരും? എത്ര മാസത്തേക്ക്? 20 രൂപ അടയ്ക്കുവാണെങ്കിൽ മാസം ഒരു 6-നടുത്ത് ആ റേഞ്ചിലൊക്കെ വരും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനിയിപ്പം ഫസീനോ റേഞ്ചിന്റെ കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ഇപ്പോൾ ഫസീനോയുടെ ഒക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? അതിന്റെ ഫസീനോ നമുക്കിപ്പോൾ ഓൺ റോഡ് 1 ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 1 ലക്ഷം രൂപ EMI വെച്ചിട്ട് എടുക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1000 രൂപ സ്കീമിൽ വണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മാസം ഒരു 3,500 രൂപ EMI വെച്ചിട്ട് ഇറക്കാൻ പറ്റും. അതായത് 1000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. മാസം ഒരു 3,500 രൂപ EMI വരും. അപ്പൊ ഇത് എത്ര വേരിയന്റ്? ഇപ്പം LED ഇല്ലാത്തതുകൊണ്ട് LED ഉള്ളത്. ഇതിപ്പം ബേസ് വേരിയന്റിൽ വരുന്നതാണ്, ഡ്രം ബ്രേക്കിൽ വരുന്നതാണ്. ഇത് ഡിസ്ക് ബ്രേക്കിൽ ഡിജിറ്റൽ ഡിസ്ക് വരുന്നുണ്ടല്ലേ? ഡിസ്ക് വരുമ്പോൾ ഡിജിറ്റൽ മീറ്റർ വരും, ഹെഡ്ലൈറ്റ് വരുമ്പോൾ LED വരും, ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വരുന്നുണ്ട്. എത്ര ഡിഫറൻസ് ഉണ്ട്? ഏകദേശം ഒരു 10 രൂപ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ എത്ര കുറഞ്ഞുണ്ട് വണ്ടിക്ക് GST വന്നപ്പോ? ഒരു 8 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. 8 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 3,500 ഒക്കെ മാസം അടവ് വരും. 1000 രൂപ ഇറക്കുവാണെങ്കിൽ റേറ്റ് കൂട്ടുന്നതനുസരിച്ച് അതിനനുസരിച്ച് അടവ് കുറഞ്ഞോണ്ടിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഏകദേശം ഒരു 70 എങ്ങനെ ഓടിച്ചാലും കിട്ടുന്ന 2 വണ്ടികളാണ്. 70 ആ റേഞ്ചിൽ അതൊരു യമഹയുടെ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്കൊരു ഹൈബ്രിഡ് സ്കൂട്ടർ ഒരു 70 മൈലേജ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂട്ടർ ഇപ്പൊ ഫസീന ആണെങ്കിലും റേ ആണെങ്കിലും നമുക്കൊരു 70 മൈലേജ് നമുക്കത് കൺഫേം ചെയ്ത് പറയാനായിട്ട് പറ്റും. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. പിന്നെ റേ ഇരിപ്പുണ്ട്, സെയിം ഹൈബ്രിഡ് സെറ്റപ്പ് തന്നെയാണ്. ഇതിന് റേറ്റ് ഫസീനേക്കാളും കൂടുതലാണോ കുറവാണ്? റേക്ക് ഇപ്പൊ ഫസീനേക്കാളും റേറ്റ് കുറവാണ് വരുന്നത്. കാരണം യമഹയുടെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമുക്ക് റേയുടെ വണ്ടി വില ഇപ്പോൾ എല്ലാ വേരിയന്റിലും 7,000 രൂപ വണ്ടി വില ഇപ്പൊ കുറച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ അല്ലാണ്ട് GST കൂടെ കുറഞ്ഞപ്പോഴത്തേക്ക് റേക്ക് ഇപ്പൊ ഓൺ റോഡ് 98,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതാണ് സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടിയില്ലേ? ഹാലജൻ ബൾബ് വരുന്നത്. മറ്റേത് LED ബൾബ് വരുന്നത്, ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഇപ്പൊ ഇതിന് എത്ര ഉണ്ട് ഓൺ റോഡ്?
ഡിസ്ക് വരുമ്പോഴത്തേക്ക് ഓൺ റോഡ് ഒരു 1,05,000 മുതൽ ഡിസ്ക് ബ്രേക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതും നമുക്കൊരു 1000 രൂപ അടിച്ചാൽ ഇറക്കാൻ പറ്റും. 1000 രൂപ അടിച്ചിറക്കാൻ പറ്റും. 3500 റേഞ്ച് EMI വരും. EMI വരും. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് വരുന്ന നമ്മുടെ FC ഉണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇതാണ് വെർഷൻ 3, നമ്മുടെ നിർത്തിയ വണ്ടിയുടെ എസ് വേരിയൻറ്റ്. R15S എന്ന് പറയും. അല്ല, R15 വെർഷൻ 3 എസ് വേരിയൻ്റ് ആണ്. ആ സീറ്റ് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായിട്ടിരിക്കുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര? ഇത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 198 വരും. 198 ഇല്ലേ? 198. ഇതാ ഒന്നുകൂടി സ്റ്റാർട്ടിങ് R15 സീരീസ് സ്റ്റാർട്ടിങ് വരുന്നതാണ്. ഇതിപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ 20 രൂപ ഫസ്റ്റ് അടയ്ക്കേണ്ടി വരും. എത്ര അടവ് വരും മാസം വരെ? ഒരു 5 സംതിങ് 6-നടുത്ത് ആ റേഞ്ച്. ആ റേഞ്ചിൽ 3 വർഷത്തേക്കോ? 4 വർഷത്തേക്ക്. 4 വർഷത്തേക്കാ. ഓക്കെ ഓക്കെ. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് M വേരിയൻറ്റ്. അതുപോലെ തന്നെ ഇതേ FC ഇരിപ്പുണ്ട്, FC വെർഷൻ 4. ഇത് ഹൈബ്രിഡ് അല്ലല്ലോ? ഇത് ഹൈബ്രിഡ് അല്ല, ഇത് FCS വേർഷൻ 4 ആണേ. ആ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരും ഓൺ റോഡ്? ഹൈബ്രിഡ് അല്ല. FC ഒക്കെ നമുക്ക് ഓൺ റോഡ് ഒരു 148 മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ഓൺ റോഡ് ഇത് 148ൻ്റെ വേരിയൻ്റ് അല്ലേ? അതെ. ഇത് നേരത്തെ എത്ര ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്? നേരത്തെ ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യാമോ? FCയുടെ പ്രൈസ് എനിക്ക് FC നമുക്ക് സ്റ്റാർട്ടിങ് 139 ഒക്കെ മുതൽ ഓൺ റോഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ FCയുടെ FCS V4 ആണ്. ഇതൊക്കെ നമുക്ക് ഓൺ റോഡ് ഒരു 157 ഒക്കെ വരും. 157 വരും. നേരത്തെ എത്ര 15 രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ? 15 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. വെർഷൻ 3 ഇപ്പം ഇറങ്ങുന്നുണ്ടോ? വേർഷൻ 3 എന്ന് 16 എന്ന് പറയുന്ന മോഡൽ ഇപ്പോൾ വരുന്നുണ്ട്. 2 കളറിലാണ് വരുന്നത്. എത്ര ഉണ്ട് ഓൺ റോഡ്? അത് ഓൺ റോഡ് 137 ഒക്കെ വരും. 137. ഇപ്പോൾ ഹൈബ്രിഡോട്ട് വരുമ്പോഴാണ് ഹൈബ്രിഡ് വരുമ്പോഴത്തേക്ക് 168 ആ റേഞ്ച് ഒക്കെ വരും. 168 ആ റേഞ്ച് ഒക്കെ വരില്ലേ? അപ്പം മിനിമം എത്ര രൂപ അടക്കേണ്ടി വരും? മിനിമം ഒരു നമുക്ക് FC സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ ആണെങ്കിൽ 10 രൂപ ഡൗൺ പേയ്മെന്റ് വെച്ചിട്ട് FC സീരീസ് ഒക്കെ ഇറക്കാൻ പറ്റില്ലേ? 168 ഹൈബ്രിഡിന്. അതെ അതെ. നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഓൺ റോഡ്? ഒരു നേരത്തെ ഓൺ റോഡ് ഒരു 182 ഒക്കെ വന്നോണ്ടിരുന്നത്. ഓക്കെ. ഇപ്പൊ അത്രയും ഒരു 10-14 രൂപ ഡിഫറൻസോളം വന്നിട്ടുണ്ട്. മാസമൊക്കെ എത്ര രൂപ വരും? FC ഒക്കെ ആകുമ്പോൾ ഒരു 4 സംതിങ്, ഒരു 5-നടുത്ത് ആ റേഞ്ച് നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കുമ്പോൾ ഇറക്കാൻ പറ്റും. അടുത്തത് പറയാനുള്ളത് MD മാത്രമേ ഉള്ളൂ. അപ്പൊ MD വെളിയിലല്ലേ? വെളിയിൽ മഴയാണ്. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. MD നമുക്കിപ്പോൾ ഓൺ റോഡ് നേരത്തെ 216 ഓൺ റോഡ് വന്നുകൊണ്ടിരുന്ന MD ഇപ്പോൾ ഓൺ റോഡ് 2 ലക്ഷം ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റും. 2 ലക്ഷം രൂപ ഇറക്കാൻ പറ്റും. അത് TFT വരുന്നതാണോ അതോ? TFT വരുമ്പോൾ 211 വരും ഓൺ റോഡ്. 211. നേരത്തെ എത്ര ആയിരുന്നു വന്നോണ്ടിരുന്നത്? നേരത്തെ TFT ആക്ച്വലി നമുക്ക് ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. GST ഒക്കെ കുറഞ്ഞതിന് ശേഷമാണ് വരാൻ തുടങ്ങിയത്. അപ്പം നേരത്തെ MD സ്റ്റാൻഡേർഡ് ഒക്കെ 216 വന്നോണ്ടിരുന്നപ്പോൾ ഇപ്പോൾ 2 ലക്ഷം ഓൺ റോഡിന് നമുക്ക് ചെയ്യാൻ 2 ലക്ഷം രൂപ ഓൺ റോഡ് ഇടും. 16,000 ഡിഫറൻസോളം ഏകദേശം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ 2 മോഡൽസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ XSR 150. അതെ നമുക്ക് അടുത്ത മാസം ലോഞ്ച് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ ഷോറൂമിൽ തന്നെ വരുമല്ലേ? ഉണ്ടാവും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വേറൊരു മോഡലിനെ പറ്റിയിട്ടും പറയുന്നുണ്ടല്ലോ, ഒരു ഓഫ് റോഡ് ഒരു വണ്ടി വരുന്നുണ്ട്. പിന്നെ 2 ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നുണ്ട്. ഇലക്ട്രിക് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. റിവറിൻ്റെ ആയിട്ടൊരു കൊളാബറേഷനിൽ വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ ഇത്തരം വണ്ടികൾ. നമ്മൾ എയറോക്സിൻ്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. എയറോക്സിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. എയറോക്സ് ഇപ്പോൾ എത്ര ഉണ്ട് ഓൺ റോഡ്? എയറോക്സ് ഓൺ റോഡ് ഇപ്പം 178 മുതലൊക്കെ വരുന്നുണ്ട്. 128 ഇല്ലേ? 78. 178 ഓൺ റോഡ്. നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഓൺ റോഡ്? നേരത്തെ 193 ഒക്കെ ആയിരുന്നു ഓൺ റോഡ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം 178. ഏകദേശം ഒരു 10,000-15,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എത്ര രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്കൊരു 15 രൂപ ഡൗൺ പേയ്മെന്റ് മുതൽ ഇറക്കാൻ പറ്റില്ല? 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എയറോക്സ് ഇറക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ മാസമൊക്കെ എത്ര രൂപ അടവ് വരും? മാസം അതിന് ഒരു 4 സംതിങ് 5 രൂപ ആ റേഞ്ച് വരും. ഓക്കെ ഓക്കെ. 4 വർഷത്തേക്കല്ലേ? 4 വർഷത്തേക്ക്. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് സ്കൂട്ടർ ഫസീനോയ്ക്കും റേയ്ക്കും ഒക്കെ നമ്മുടെ ഫുൾ ടാങ്ക് പെട്രോള്, റോഡ് സൈഡ് അസിസ്റ്റൻസും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യമഹായുടെ ഷോറൂം വിസിറ്റിൻ്റെ കാര്യങ്ങൾ. പറഞ്ഞില്ലേ 2 വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ ആ 2 വണ്ടികളുടെ ഡീറ്റെയിൽ മെയിനായിട്ട് പറയാം. എത്ര രൂപ ഓൺ റോഡ് വരുമായിരിക്കും? എന്നാലും പ്രൈസ് വന്നിട്ടില്ല. അതൊന്നും നമുക്കിപ്പോൾ ഒരു അപ്ഡേഷനും അതിനെപ്പറ്റി ആയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം അടുത്ത ഏത് ഷോറൂമിൻ്റെ വീഡിയോ വേണമെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് നമുക്ക് പോയി സെറ്റാക്കാം. അപ്പോൾ അതിൽ അടുത്തൊരു വീഡിയോയിലാണ്. ഓക്കെ.